ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരടിപൊളി നാടൻ റെസിപ്പി ആയിട്ടാണ്. ചേമ്പിൻ താളി വെച്ചിട്ടുള്ള ഒരു ഓലനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലനാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിനു മുമ്പ് ചേമ്പിൻ താളി വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക. അപ്പോൾ നമുക്ക് ഈ ചേമ്പിൻ താളി ഉപയോഗിച്ചിട്ടുള്ള ഓലൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 തണ്ട് ചേമ്പിൻ താളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പീലർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കളഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ ഒരു പിച്ചാത്തി ഉപയോഗിച്ചിട്ട് തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. പീലർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പിച്ചാത്തി ഉപയോഗിച്ചിട്ട് കളഞ്ഞെടുത്താലും മതി. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിച്ചാത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അല്പം വലുതായാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അപ്പോൾ നന്നായിട്ട് കുക്കായിക്കോളും. അതിനുശേഷം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചേമ്പുണ്ടെങ്കിൽ 2 കഷ്ണം ചേമ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ചേമ്പില്ല, പകരം ഞാൻ ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചേമ്പുണ്ടെങ്കിൽ ചേമ്പ് ചേർക്കുക, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മുടെ ഓലന് അല്പം തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പൊട്ടാറ്റോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 1-2 തവണ നന്നായിട്ട് കഴുകിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓലനാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ചപ്പാത്തിക്കായാലും ദോശക്കായാലും ഒക്കെ നല്ലൊരു ഓലൻ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് 1-2 തവണ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും 1 സവാളയുടെ പകുതിയും ഇതിലേക്ക് ആഡ് ചെയ്യണം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ
ചില്ലി പൗഡറൊന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് സവാള കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പാത്രത്തിൽ നിറയെ കാണുമെങ്കിലും കുക്കായി കഴിയുമ്പോൾ 1/4 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് 3 തവണ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ചേമ്പിൻ താളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകും അല്പം കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പിൻ താളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ 1-2 വറ്റൽമുളകും ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ താളി ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.